ഹായ്, എല്ലാവരും +2 എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ പല കുട്ടികളും നീറ്റിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും എടുക്കുകയായിരിക്കും. ഓക്കെ, നമ്മൾ MBBS എബ്രോഡ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന രാജ്യങ്ങളിൽ ഒന്ന് റഷ്യ എന്ന് പറഞ്ഞ രാജ്യമാണ്. എബ്രോഡൊക്കെ ചിന്തിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യം ചിന്തിക്കുന്ന ഒരു രാജ്യം റഷ്യ എന്ന് പറയുന്ന രാജ്യമാണ്. 2026-27 ഈ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു രാജ്യവും റഷ്യ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ റഷ്യ ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 47 വർഷങ്ങളോളം ആയിട്ടുണ്ടായിരുന്നു. പഴയ USSRന്റെ കാലം മുതൽ അന്ന് മുതൽ 2026-27 വരെയുള്ള ഈ കാലങ്ങളിൽ ഈ ഒരു അക്കാദമിക് ഇയറിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒരുപോലെ ഒരു മാറ്റമില്ലാതെ ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് റഷ്യ. റഷ്യയുടെ പ്രത്യേകതകൾ ഒരുപാട് പറയാനുണ്ട്. അതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്തോളൂ. കാരണം ഇതിനകത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വിഷയം യൂണിവേഴ്സിറ്റിൻ്റെ ബഡ്ജറ്റ്, യൂണിവേഴ്സിറ്റിൻ്റെ ഹോസ്റ്റൽ എക്സ്പെൻസുകൾ എങ്ങനെയാണെന്നുള്ളതും, അതേപോലെ തന്നെ NMCയുടെ റൂള് റഷ്യ എങ്ങനെ പാലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടും, പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടി, ശരാശരി ഒരു കുട്ടി പഠിച്ച് റഷ്യയിൽ നിന്ന് വരുന്ന സമയത്തേക്ക് എത്ര കോസ്റ്റ് അവനാവും എന്നുള്ളതും, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിനകത്ത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ്, റഷ്യയിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുക എന്നതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റഷ്യയിലേക്ക് നമുക്ക് എങ്ങനെയാണ് അഡ്മിഷൻ, ഒരു കുട്ടി +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം +2 പാസ്സാവുക എന്നുള്ളതാണ്. ഏകദേശം 60% മാർക്ക് ഉണ്ടാവുക, അതായത് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി ഈ 3 സബ്ജക്റ്റിനകത്ത് നിങ്ങൾക്കൊരു 60% മുകളിൽ മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഷ്യയിലെ തന്നെ നല്ല ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് നീറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീറ്റും ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയയിൽ പെട്ടതാണ്. അപ്പോൾ നീറ്റ് എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ NMCൻ്റെ റൂളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതാണ്. NMCയുടെ എല്ലാവിധ റൂളുകളും വളരെ വ്യക്തമായിട്ട് പാലിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഗ്രാം 5+1 6 ഇയർ എന്നുള്ള രീതിയിലേക്കാണ് പ്രോഗ്രാം കൊടുക്കുന്നത്. അവസാനത്തെ 12 മന്ത്സ് ഇൻറ്റേൺഷിപ്പായിട്ട് കണക്കാക്കിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, റഷ്യ ഈ പ്രോഗ്രാം എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനകത്ത് 10th മാർക്ക് ലിസ്റ്റും +2 മാർക്ക് ലിസ്റ്റും, +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ്, അതേപോലെ തന്നെ ആധാർ കാർഡ്, കുട്ടിയുടെ ഒരു ആധാർ കാർഡ്, വാലിഡ് പാസ്പോർട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വിദ്യാർത്ഥിയുടെ കയ്യിൽ. ഈ 4 രേഖകളാണ് ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തേക്ക് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ്, ഇവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്. പിന്നെ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് 10th +2 ആധാർ തുടങ്ങിയിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി ഡോക്യുമെൻറ്റ്സിൻ്റെയും നമ്മൾ നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ ഇടാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മെയിൻ ഇന്ത്യക്ക് വരുന്നത് എപ്പോഴും റഷ്യയിലേക്ക് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി പോലെയല്ല, നല്ല യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ഒറ്റ ഇൻടേക്കേ ഉള്ളൂ. അത് സെപ്റ്റംബർ ഇൻടേക്കാണ്. അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് പല യൂണിവേഴ്സിറ്റിക്കും വളരെ ചുരുക്കം സീറ്റുകൾ, ഏകദേശം 60-60 സീറ്റുകളും 70 സീറ്റുകളൊക്കെ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ബുക്കിംഗ് ചെയ്തിട്ട് അഡ്മിഷൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് മൂവ് ചെയ്യാണ് എപ്പോഴും നല്ലത്. നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പല യൂണിവേഴ്സിറ്റിയിലേക്കും സീറ്റ് ക്യാൻസൽ ഫുള്ളായിട്ട് പോകാറുണ്ട്. അതായത് ആയിട്ട് വരും. നമ്മൾ ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത്, ഇപ്പോൾ സെപ്റ്റംബറിൻ്റെ ഒക്കെ തൊട്ട് മുന്നേക്ക് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാലും ആ സമയത്തേക്ക് ആ യൂണിവേഴ്സിറ്റി ഫുള്ളായിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ലോട്ട് ഓപ്പൺ ആക്കി കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, റഷ്യയിലേക്കൊക്കെ അഡ്മിഷൻ നോക്കുമ്പോൾ കുറച്ച് മുന്നേ തന്നെ അപ്ലിക്കേഷൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ലിവിങ് എക്സ്പെൻസ് എന്നുള്ള സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ റഷ്യയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എത്ര എക്സ്പെൻസ് ആവും എന്നുള്ളത് വലിയൊരു കൺസേൺ ആണ്. കാരണം
ഇപ്പോൾ UAE-യിലും അല്ലെങ്കിൽ ബാക്കി യൂറോപ്പ് കൺട്രീസിലൊക്കെ വലിയൊരു എമൗണ്ട് നമുക്ക് മന്ത്ലി എക്സ്പെൻസ് വരാറുണ്ട്. ഏകദേശം ഒരു €300 അല്ലെങ്കിൽ ഏകദേശം ഒരു 25,000 to 30,000 റുപ്പീസൊക്കെ നമുക്ക് എക്സ്പെൻസ് വരാറുണ്ട്. ഈ പറയുന്ന ഇറ്റലി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും എല്ലാം പല കൺട്രീസിലും ഈ രീതിയിലേക്ക് വരാറുണ്ട്. പക്ഷേ റഷ്യ ഇന്ത്യയിലെ എക്സ്പെൻസിനോട് ഈക്വലായിട്ടുള്ള ഒരു എക്സ്പെൻസാണ് റഷ്യയിൽ നമുക്ക് വരാറ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു ഹോസ്റ്റലിന് നമുക്ക് മംഗലാപുരത്താണെങ്കിലും കോഴിക്കോടൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിലും 5,000 രൂപയ്ക്കാണ് ഹോസ്റ്റലിൽ വരുന്നുണ്ടെങ്കിലും അതേ രീതിയിലേക്കുള്ളൊരു കോസ്റ്റ് തന്നെയാണ് റഷ്യയിൽ വരുന്നത്. ഏകദേശം ഒരു 5,000 റൂബിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റൂബിളും INR-ഉം ഏകദേശം ഈക്വലാണ്. അതുകൊണ്ട് പ്രൊഡക്റ്റൊക്കെ നമ്മൾ എക്സ്പെൻസ് നമ്മുടെ ചിലവൊക്കെ എല്ലാം സെയിമാണ്. ഏകദേശം 5,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് റഷ്യയിൽ എന്ത് ചെയ്യാം, ഒരു മാസം നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെ ബഡ്ജറ്റൊക്കെ നോക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഭയങ്കര ഉപകാരപ്പെടുന്നൊരു വിഷയമാണ്. രണ്ടാമത്തെ കേസ് ഹോസ്റ്റൽ ഫീസാണ്. ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഗവൺമെൻറ് ഹോസ്റ്റലാണെങ്കിൽ ഏകദേശം $500 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30,000 രൂപ ഒരു വർഷത്തേക്ക് വരുന്ന ഹോസ്റ്റൽ നമുക്കവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഹോസ്റ്റലുകൾ നിലവിലുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഇപ്പം നമ്മുടെ തന്നെ നാട്ടിൽ ഒരു ഹോസ്റ്റൽ ഒരു വർഷത്തേക്ക് വരുമ്പോൾ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, ഹോസ്റ്റലും ഫുഡും കൂടിയിട്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹോസ്റ്റൽ വളരെ ഫീസ് ഒരു €500 ഒക്കെ ഉള്ളിൽ ഒരു വർഷത്തേക്ക് ഹോസ്റ്റൽ ഫീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ട്യൂഷൻ ഫീസാണ് മെയിനായിട്ട് വരുന്നത്. ട്യൂഷൻ ഫീസ് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുകളിലൊക്കെ അല്ലെങ്കിൽ NRIയിലേക്ക് ഞാൻ പോകുന്നില്ല. NRIയിലേക്ക് നമുക്കിവിടെ കോടികൾ നമുക്ക് എക്സ്പെൻസ് ഉണ്ട് ഇവിടെ. എന്നാൽ പോലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡൽഹി ആണെങ്കിലും പഞ്ചാബ് ആണെങ്കിലും വരുന്ന ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻ സൈഡാണെങ്കിലും സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നതാണെങ്കിലും ഒക്കെ ശരി, ഇവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഫീസ് വരുന്നത് ഏകദേശം 9 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ളതാണ് ഇപ്പോഴത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഫീസ് വരുന്നത്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വന്നാലും 80 ലക്ഷം മുതൽ മുകളിലേക്കായിരിക്കും. 60 ലക്ഷവും 80 ലക്ഷം രൂപയ്ക്ക് വരുന്നിടത്താണ് നമുക്ക് അതിലേക്കാണ് ഇവിടുത്തെ പ്രൈവറ്റ് കോളേജിനേക്കാളും മികച്ച രീതിയിലേക്കുള്ള റഷ്യയിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ ഏകദേശം ഒരു പകുതി ഒരു 30-35 ലാക്സിനുള്ളിലൊക്കെ നല്ല യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതും ആ 30 ലാക്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അടയ്ക്കാനുള്ള ഓപ്ഷൻസ് നിലവിൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ റഷ്യ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസും ഹോസ്റ്റൽ ഫീസും ഫുഡ് എക്സ്പെൻസും എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നമുക്ക് ഒരു സ്റ്റുഡൻസ് 6 വർഷം പഠിച്ചിറങ്ങുന്ന സമയത്ത് അവന് വരുന്ന എക്സ്പെൻസ് ഏകദേശം ഒരു 30 മുതൽ 36 ലാക്സിനകത്താണ്. ഓക്കെ, ഇതാണ് മൊത്തത്തിൽ റഷ്യയിൽ വരുന്ന ഒരു ബഡ്ജറ്റ്. നമുക്ക് ഇനി ഇതിലും ബഡ്ജറ്റ് കുറഞ്ഞിട്ട് കുട്ടികൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രൊവിൻസ് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റേറ്റ് കുറച്ച് റൂറലായിരിക്കുന്ന ഏരിയ അങ്ങനെയുള്ള ഒക്കെ ചൂസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് അത്യാവശ്യം പ്രീമിയം ആയ സിറ്റിയിൽ അത്യാവശ്യം പ്രീമിയം ആയ യൂണിവേഴ്സിറ്റി, അത്യാവശ്യം ഗവൺമെൻറ്റിൻ്റെ തന്നെ നാഷണലൈസ്ഡ് യൂണിവേഴ്സിറ്റി പോലെയുള്ള അവരുടെ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായിട്ടും റഷ്യയിൽ ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട്. റഷ്യയിലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 300+ യൂണിവേഴ്സിറ്റി ഉള്ള വലിയ രാജ്യമാണ് റഷ്യ. പക്ഷേ ഇതിനകത്ത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി ഉള്ള യൂണിവേഴ്സിറ്റീസ് വളരെ ചുരുക്കേ ഉള്ളൂ. അതിനകത്ത് ഏകദേശം ഒരു 15 to 20 യൂണിവേഴ്സിറ്റീസാണ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് റഷ്യൻ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സംഭവം. ഓക്കെ, ഇതിനകത്ത് ഫുള്ളി ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ഫുള്ളി ഇംഗ്ലീഷ് ഫാക്കൽറ്റി ഉള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4-5 യൂണിവേഴ്സിറ്റീസാണ് മെയിനായിട്ട് വരുന്ന യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, അതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ള തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തോളും. ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരുപാട് വിദ്യാർത്ഥികൾ മുന്നേക്ക് പല യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലിക്കേഷൻ പെട്ടുപോകുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മെഡിക്കൽ പഠനം റഷ്യയെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഞങ്ങൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞുതരാം. അതുപോലെ ഞങ്ങളുടെ പുതിയ കുറേ വീഡിയോകൾ പല കൺട്രീസിൽ യൂണിവേഴ്സിറ്റീസ് കോളേജ് ഫീസ് ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.